الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداه إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فقد قال الله سبحانه وتعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പഠിച്ചു മനസ്സിലാക്കുക എന്നത് നമുക്കേവർക്കും നിർബന്ധമായ കാര്യമാണ്. അതിൻ്റെ 3 കാരണങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ആ പ്രവാചകന്റെ നസബിനെ സംബന്ധിച്ച്, അഥവാ അവിടുത്തെ പരിശുദ്ധമായ വംശപരമ്പരയും അതുപോലെ അവിടുത്തെയുടെ ജനനത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ശാരീരിക പ്രത്യേകതകളെ സംബന്ധിച്ചു ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം സന്തതികളുടെ നേതാവാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നേതാവ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സഹീഹ് മുസ്ലിം അതിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് നമുക്ക് ഇങ്ങനെ വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സയ്യിദു വലദി ആദം യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിൽ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ. വഅവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബർ. ഖബറിൽ നിന്ന് ആദ്യമായി പുറത്തു വരുന്നയാൾ ഞാനാണ്. വഅവ്വലു ശാഫിഇൻ വഅവ്വലു മുശഫ്ഫഇൻ. ഞാനാണ് ആദ്യമായി ശുപാർശ
അഥവാ ശഫാഅത്ത് ചെയ്യുന്നയാളും ആദ്യമായി ശുപാർശ സ്വീകരിക്കപ്പെടുന്നയാളും ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യകുലത്തിന് പ്രവാചകനല്ലാതെ ഒരു നേതാവ് ഇല്ല. അതുകൊണ്ട് തന്നെ ആ നേതാവിനെ കുറിച്ച് കൃത്യമായി അറിയലും മനസ്സിലാക്കലും നമ്മുടെ ബാധ്യതയാണ്. ഞാൻ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര പറയുന്നതിനു മുമ്പ് അവിടുത്തെയുടെ നാമങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം. ഓരോ നാമത്തിനും ചില പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ. വലിയ ആശയങ്ങളെ ദ്യോതിപ്പിക്കുന്നതാണ് പ്രവാചകന്റെ ഓരോ നാമങ്ങളും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ നാമം കൊണ്ട് വിളിക്കുന്നത് പോലെ അവിടുത്തെ ഉപനാമം കൊണ്ട് പറയപ്പെടലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപനാമം എന്ന് പറയുന്നത് അബുൽ ഖാസിം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കളിൽ ഏറ്റവും മൂത്തയാള് ഖാസിം. അതുകൊണ്ട് തന്നെ അബുൽ ഖാസിം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപനാമമായി വിളിക്കപ്പെടുക. കുഞ്ഞത്ത് അലം എന്നാണ് പറയുക അറബിയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ വിളിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കാണാം. ഒരിക്കൽ മദീന അങ്ങാടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിൽക്കുമ്പോൾ പിന്നിൽ നിന്ന് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു, യാ അബുൽ ഖാസിം. ആ വിളി കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നോക്കി. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, സുമ്മു ബിസ്മി വലാ തകന്നു ബികുനിയതി. നിങ്ങൾ എൻ്റെ പേര് വിളിച്ചോളൂ, എൻ്റെ ഉപനാമം നിങ്ങൾ വിളിക്കരുത്. എന്ന് പറഞ്ഞാൽ കുഞ്ഞത്തായിട്ട് വിളിക്കരുത്, അബുൽ ഖാസിം എന്ന് വിളിക്കണ്ട, നിങ്ങൾ എന്നെ എൻ്റെ പേര് വിളിച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞത് കാണാം. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ജീവിതകാലത്ത് അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നുണ്ട്. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം അങ്ങനെ വിളിക്കൽ അനുവദനീയമാണെന്നൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ അത് വിശദീകരിക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയപ്പെടുന്ന അവിടുത്തെ ഉപനാമമാണ് അബുൽ ഖാസിം എന്ന് സൂചിപ്പിച്ചതെന്ന് മാത്രം. നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ പേരിൽ അറിയപ്പെടുമല്ലോ. നമ്മുടെ ഏറ്റവും ഒന്നെങ്കിൽ ആദ്യത്തെ കുട്ടിയോ അല്ലെങ്കിൽ അങ്ങനെ ഏറ്റവും അവസാനത്തെ കുട്ടിയോ അല്ലെങ്കിൽ എന്താണോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അബു ഉയർത്ത് പറയും. അബു ഹംന അല്ലെങ്കിൽ അബു അബ്ദില്ല, അബു മൻസൂർ എന്നൊക്കെ പറയുന്നത് ആ കുട്ടിയെ ചേർത്ത് പറയുന്ന വാക്കാണത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാമങ്ങൾ ഏതൊക്കെയാണ്? രണ്ടെണ്ണമാണ്. രണ്ടെണ്ണമെന്ന് മാത്രമല്ല കേട്ടോ, എനിക്ക് 5 നാമങ്ങൾ ഉണ്ടെന്ന് റസൂല പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വേറെ വിശദീകരിക്കും. ഇതിന് സൗണ്ട് ഇല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 പ്രധാനപ്പെട്ട നാമം. ഒന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആലി ഇംറാനിന്റെ 144-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞ വാചകം, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൂതനാണ്, ദൂതൻ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ, അദ്ദേഹത്തിന് മുമ്പും ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ മുഹമ്മദ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട നാമമാണ്. മറ്റൊരു നാമമാണ് അഹ്മദ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദ് ഖാല ഈസ ഇബ്നു മർയമ യാ ബനീ ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതും പരിശുദ്ധ ഖുർആൻ പറയാണ്. ഈസാ നബി പറഞ്ഞു, ഞാൻ ബനീ ഇസ്രായേലികളെ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. എൻ്റെ മുമ്പുള്ളത് സത്യപ്പെടുത്തുന്നവനായും അഥവാ തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനായും എനിക്ക് പിന്നാലെ വരാനിരിക്കുന്ന അഹ്മദ് എന്ന് പേരുള്ള ഒരു പ്രവാചകനെ കുറിച്ച് നിങ്ങൾക്ക് ശുഭവാർത്ത അറിയിക്കുന്നവനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന്. അഹ്മദ് എന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പേരാണ്. ഇത് രണ്ടും ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. ഇനി വേറെ ചില പേരുകളുണ്ട്. ഞാൻ 2 ഹദീസുകൾ പെട്ടെന്ന് പറയാം. മഹാനായ
ജുബൈർ ബിൻ മുത്അം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്വഹീഹൈനി ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നലി ഖംസത അസ്മാ വഅന മുഹമ്മദുൻ വഅന അഹ്മദു വഅനൽ മാഹി അല്ലദീ യംഹുല്ലാഹു ബി അൽ കുഫ്ര വഅനൽ ഹാശിർ അല്ലദീ യുഹ്ശറു الناس അലാ ഖദമി വഅനൽ ആഖിബ് അല്ലദീ ലൈസ ബഅദഹു അഹദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, അന മുഹമ്മദുൻ വഅഹ്മദു വൽമുഖഫി വൽഹാശിർ വനബിയ്യു തൗബ വനബിയ്യുർ റഹ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളാണ്. പ്രവാചകൻ പറഞ്ഞു, എനിക്ക് 5 നാമങ്ങളുണ്ട്. അന അഹ്മദ്, ഞാൻ അഹ്മദാൻ. അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാൻ. വഅനൽ മാഹി, ഞാൻ മാഹി ആണ്. മാഹി എന്ന് പറഞ്ഞാൽ അല്ലദീ യംഹുല്ലാഹു ബിൽ കുഫ്ര, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസത്തെ മായ്ച്ചു കളഞ്ഞത് എന്നെ കൊണ്ടാണ്. പച്ചപിടിച്ച കുഫറിനെ ഇല്ലാതെയാക്കിയത് എന്റെ നിയോഗത്തോടെയാണ്. അതുകൊണ്ടാണ് ഞാൻ മാഹിയായത്. അതെടുത്തിട്ടാണ് ചില ആളുകളൊക്കെ റസൂലുള്ളാഹിനെ പാട്ട് പാടുമ്പോൾ വേറൊരു പ്രയോഗം അവിടെ കൊണ്ടുവന്ന് നോക്കുന്നത്, അസ്സലാമു അലൈക യാ മാഹി ദുനൂബി, പാപങ്ങളൊക്കെ മായ്ച്ചു കളയുന്ന നബിയെ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ. അത് അങ്ങനെ പറയാൻ പാടില്ല. മാഹി അദ്ദുനൂബ് എന്ന് റസൂൽ പറഞ്ഞതല്ല, മാഹി അൽ കുഫർ, അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും കുഫറിനെയും എന്റെ നിയോഗത്തോടെ അള്ളാഹു മായ്ച്ചു കളഞ്ഞു. ആ മാഹിയാണ് ഞാൻ എന്നാണ് അതിനർത്ഥമുള്ളൂ. അല്ലാതെ എല്ലാവരുടെയും പാപങ്ങൾ മായ്ച്ചു കളയുന്നയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്നല്ല. ഇനി രണ്ടാമത്തത് എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അനൽ ഹാശിർ അല്ലദീ യുഹ്ശറു الناس അലാ ഖദമി, എന്റെ പേര് ഹാശിർ എന്നാണ്. ഹാശിർ എന്ന് പറഞ്ഞാൽ എന്റെ പിന്നിലാണ് ജനങ്ങൾ, എന്റെ കാൽപ്പാടുകളിലേക്കാണ് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുക. ജനങ്ങളെല്ലാം എന്റെ പിന്നിലാണ് ഒരുമിച്ച് കൂട്ടപ്പെടുക. മറ്റൊന്ന് ആഖിബാൻ, വഅനൽ ആഖിബ് ലൈസ ബഅദഹു ശൈഅ ലൈസ ബഅദഹു അഹദുൻ. ആഖിബ്, ഞാൻ ആഖിബാണ്. അനൽ ആഖിബ്, റസൂലുള്ളാഹിന്റെ മറ്റൊരു പേരാണ് അൽ ആഖിബ്. ആഖിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഖിബ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ പ്രവാചകൻ എന്നാണ് അർത്ഥം. അവിടത്തേക്ക് ശേഷം ഒരു പ്രവാചകനില്ല. പിന്നെ അവിടുത്തെ ഒരു പേരാണ് അൽ മുഖഫി. മുഖഫി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രവാചകന്മാർക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ വഴി പിന്തുടർന്നു വന്ന അവസാനത്തെ ആളാണ് ഞാൻ. എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ അതേ പാത പിന്തുടർന്നു വന്നയാളാണ് ഞാൻ. അൽ മുഖഫി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊന്നാണ് നബിയുർ റഹ്മ, കാരുണ്യത്തിന്റെ പ്രവാചകൻ. ഞാൻ വിശദീകരിക്കേണ്ടതില്ല, ഇൻഷാ അല്ലാഹ് പിന്നാലെ വരുന്ന ഖുതുബകളിൽ ഒന്ന് ഞാൻ പ്രവാചകന്റെ കാരുണ്യത്തെ കുറിച്ച് മാത്രം പറയുന്നുണ്ട്. മറ്റൊന്ന് നബിയു തൗബ, തൗബയുടെ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പാപമോചനത്തിന്റെ വാതിലുകൾ തുറന്നു തന്ന പ്രവാചകൻ. പാപമോചനത്തിന്റെ വാതിലുകൾ നമുക്ക് വേണ്ടി തുറന്നു തന്ന പ്രവാചകൻ. പ്രവാചകനിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു വിഷയം തന്നത് എന്നാണ്. അതുകൊണ്ട് നബിയു തൗബ. ഇനി മറ്റൊരു പേരുണ്ട്, പ്രത്യേകിച്ച് ചില ഹദീസുകളിലൊക്കെ വന്നൊരു പേരുണ്ട്. ആ പേരിനെ കുറിച്ച് പണ്ഡിത ലോകത്ത് വലിയ ചർച്ചയുമുണ്ട്. അത് നബിയുൽ മൽഹമ എന്നാണ്. നബിയുൽ മൽഹമ, മൽഹമ എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങളുടെ പ്രവാചകൻ എന്നാണ് അർത്ഥം. അപ്പൊ ഇത് രണ്ടും തമ്മിൽ യോജിക്കണില്ലല്ലേ? നബിയുർ റഹ്മയുണ്ട്, നബിയുൽ മൽഹമയുണ്ട്. അപ്പൊ നബിയുർ റഹ്മയും നബിയുൽ മൽഹമയും എങ്ങനെയാണ് യോജിക്കുക? കാരുണ്യത്തിന്റെ പ്രവാചകൻ, യുദ്ധത്തിന്റെ പ്രവാചകൻ എന്ന് വന്നാൽ എന്താണ്? ആ വിഷയത്തിൽ ചർച്ച ചെയ്തപ്പോൾ പണ്ഡിതന്മാർ, ഇമാം ബുഖാരിയുടെ ശറഹ് വിശദീകരിക്കുന്ന ബദറുദ്ദീൻ അൽ ഐനി തന്റെ ഗ്രന്ഥമായ ഉംദത്തുൽ ഖാരിയിൽ അദ്ദേഹം അത് രേഖപ്പെടുത്തിയിട്ട് പറഞ്ഞു, ലാ തുആരും ബൈന കൗനി റസൂൽ മൽഹമ വ റസൂൽ അർ റഹ്മ ഇദ് ഹുവ സല്ലമ ലി ഔലിയാഇഹി ഹർബൻ ലി അദാഇഹി. അത്രയേ ഉള്ളൂ. അത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ട് പ്രവാചകനെ പിന്തുടരുന്ന ആളുകളോടും എല്ലാവരോടും പ്രവാചകന് കാരുണ്യമുണ്ട്. അതേസമയം ശത്രുത വെക്കുന്ന ആളുകളോട്, ശത്രുവായി കടന്നു വന്ന് ഇത് അടിച്ചമർത്താൻ ശ്രമിക്കുന്നവരോട് കരുത്തോടെ നേരിടുന്ന ആളും കൂടിയാണ്. അതാണ് അതിന്റെ അർത്ഥം.
അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില പ്രത്യേക നാമങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വേറൊരു ഹദീസിൽ ഇങ്ങനെയുണ്ട്, അനല്ലബിന, ഞാനാണ് ആ കല്ല് എന്ന് പറയുന്നുണ്ട്. നബി തങ്ങളുടെ ഒരു വിശേഷണമാണ് അല്ലബിന എന്ന് പറഞ്ഞാൽ. പ്രവാചകന്റെ ഹദീസിൽ കാണാം, ഇന്ന മസലി വ മസലൽ അംബിയാഇ മിൻ ഖബ്ലി കമസലി റജുലിൻ ബനാ ബൈതാ ഫഅഹ്സനഹു വഅജ്മല ഇല്ലാ മൗദിഅ ലബനത്തിൻ മിൻ സാബിയത്തിൻ മിൻ സവായാ. ആ ഹദീസ് ഇങ്ങനെ വിശദീകരിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എനിക്കും കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കും ആ പ്രവാചകന്മാരുടെയും ഉപമ എങ്ങനെയാണെന്നറിയോ? അതേ, ഒരു മനുഷ്യനെ പോലെയാണ്. അയാൾ ഒരു വീടുണ്ടാക്കുകയാണ്. ആ വീട് വളരെ ഭംഗിയുള്ള, ആര് കണ്ടാലും കൗതുകത്തോടെ ഒന്ന് നോക്കിപ്പോകുന്ന ഒരു ഭവനം. ആ വീടിന്റെ മൂലക്കൽ ഒരു കല്ല് ഒഴിച്ചിട്ടിട്ടുണ്ട്. ഒരു കല്ലൊഴിച്ച് ബാക്കിയെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. അത് കാണാൻ വന്ന ആളുകൾ ചോദിക്കുകയാണ്, എന്താണ് ഈ മൂലക്കലെ കല്ല് കൂടി വെച്ചുകൊണ്ട് ഈ സൗദത്തിന്റെ മനോഹാരിത അതങ്ങ് പൂർത്തിയാക്കിക്കൂടെ എന്ന് കാണാൻ വരുന്നവർ ചോദിക്കുന്നു. അറിയണം, അനല്ലബിന, ഞാനാണ് ആ സുന്ദരമായ സൗദത്തിലെ മൂലക്കലെ കല്ല്, ഞാനാണ്. ഞാൻ അമ്പിയാക്കളിൽ അന്ത്യമനാണ്. പറയാം. അപ്പൊ ഞാനാണ് ഇസ്ലാം എന്ന സൗധത്തിന്റെ അതിന്റെ മനോഹാരിതയുടെ പൂർത്തീകരണവുമായി കടന്നു വന്ന മൂലക്കലക്കല്ല് ഞാനാണ്. അനല്ലബിന പറയാം. ഇതൊക്കെ പ്രവാചകന്റെ വിശേഷണങ്ങളാണ്. അപ്പൊ ഇത് അറിയുന്നിടത്തോളം റസൂലുള്ളാഹിനെ ഇങ്ങനെ അറിയുമ്പോൾ അവിടുത്തെ പേരുകൾ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ വേറെയും കൊട്ടട്ടാ, ചില പണ്ഡിതന്മാരൊക്കെ ചില ഗ്രന്ഥങ്ങൾ തന്നെ പ്രവാചകന്റെ പേരെഴുതാൻ വേണ്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 300ഓളം പേരുകൾ എഴുതിയ പണ്ഡിതന്മാരുണ്ട്. 300ഓളം പേരുകൾ എഴുതിയ പണ്ഡിതന്മാരുണ്ട്. അതിന്റെ അർത്ഥം പേരും വിശേഷണം എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് എഴുതിയെന്നർത്ഥം. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അതൊക്കെ വായിക്കുമ്പോൾ നബിതങ്ങളോട് ഇങ്ങനെ കൂടുതൽ ആ അടുപ്പം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ, അതിങ്ങനെ കൂടി വരണം. ആരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹിയാണെന്ന് പറയാൻ കഴിയണം. മനസ്സിലായോ? സൃഷ്ടാവ് കഴിഞ്ഞാൽ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ആരാ ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം പെട്ടെന്ന് പറയണം. ആര്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. കാരണം പ്രവാചകനോട് ഇങ്ങനെ ഏറ്റവും അടുത്ത ബന്ധത്തിലേക്ക് കടന്നു വരണം. അപ്പൊ നമ്മൾക്ക് നോക്കാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര നമുക്കറിയാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ആ സന്താനങ്ങളിൽ നിന്ന് അദ്നാൻ ഇങ്ങനെ അങ്ങോട്ട് വായിച്ചു പോകണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ അബ്ദുല്ല ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം ഇബ്നു അബ്ദു മനാഫ് ഇബ്നു ഖുസൈ ഇബ്നു കിലാബ് ഇബ്നു മുറ ഇബ്നു കഅബ് ഇബ്നു ലുഐ ഇബ്നു ഗാലിബ് ഇബ്നു ഫഹർ ഇബ്നു മാലിക് ഇബ്നു നദർ ഇബ്നു കിനാന ഇബ്നു ഖുസൈമ ഇബ്നു മുദ്രിക ഇബ്നു ഇല്യാസ് ഇബ്നു മുദർ ഇബ്നു നിസാർ ഇബ്നു മുഅദ് ഇബ്നു അദ്നാൻ. റസൂലുള്ളാഹിന്റെ പിതൃ പരമ്പരയാണ് ഞാൻ ഈ വായിച്ചത്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താനങ്ങളിൽ നിന്ന് അദ്നാനിലൂടെ കടന്ന് അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയിലേക്ക് എത്തിച്ചേരുന്ന പ്രവാചകന്റെ പരമ്പര. അത് പിതാവിന്റെ പരമ്പരയാണെങ്കിൽ മാതാവിന്റെ പരമ്പരയുണ്ട്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ പരമ്പരയും നബിതങ്ങളുടെ മാതൃ പരമ്പരയും, പിതാവിന്റെ 5ാമത്തെ പരമ്പരയിൽ മാതാവിന്റെ പരമ്പരയും മുട്ടുന്നു, ഒരേ പരമ്പര തന്നെ മേലോട്ട് പോകുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ മാതൃ പരമ്പരയിലും പിതൃ പരമ്പരയിലും ഇസ്മായിലിലേക്ക് ചെന്നെത്തുന്ന അലൈഹി സ്വലാത്തു വസ്സലാം പരമ്പരയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു കാര്യം ഉണ്ടാവല്ലേ? കാരണം ഈ കഴിഞ്ഞുപോയ ആളുകളൊക്കെ മുസ്ലിമാണോ പോലെ എങ്ങനെ, എന്താണ് ജാതി, എന്താണ് അവരുടെ അവസ്ഥ ഒന്നും അറിയില്ലല്ലോ. എന്താണ് അവസ്ഥ എന്നറിയില്ലല്ലോ. ഇവരെ കല്യാണം എങ്ങനെയായിരുന്നു, ഏത് മതക്കാരാണോ ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഒരു സംശയം ഉണ്ടാകുമല്ലോ. ഇല്ലല്ല, അല്ലാഹുവിന്റെ റസൂൽ അങ്ങനത്തെ ഒരു സംശയമേ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം തുബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖറജ്തു മിൻ നികാഹിൻ വലം അഖ്റുജു മിൻ സിഫാഹിൻ മിൻ ലദുൻ ആദമ ഇലാ അൻ വലദനി അബി വ ഉമ്മി
ലം യുസ്ബനി മിൻ സിഫാഇൽ ജാഹിലിയത്തി ഷൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഞാൻ പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചു. എന്റെ ബാപ്പയിലൂടെ ഉമ്മയിലൂടെയും ഞാൻ ഭൂമിയിലേക്ക് ജനിച്ചു. ആ ജനിച്ചത് വ്യഭിചാരത്തിന്റെ സന്തതിയായിട്ടല്ല. ആദം നബി മുതൽ എന്റെ ഉപ്പയും ഉമ്മയും വരെ നമ്മളുടെ പരമ്പരയിൽ ഒരാൾ പോലും വിവാഹേതര ബന്ധത്തിൽ ജനിച്ചവരില്ല. മിൻ സിഫാഹിൽ ജാഹിലിയത്തി ഷൈ. അജ്ഞാന കാലഘട്ടത്തിലെ വ്യഭിചാര സംസ്കാരത്തിൽ നിന്നുണ്ടായവരല്ല എന്റെ പിതാക്കന്മാരാരും എന്റെ മാതാക്കളാരും. സുബ്ഹാനല്ലാഹ്. ത്വഹിറത്തായ, ഏറ്റവും ത്വഹൂറായ, ഏറ്റവും ത്വാഹിറായ പരിശുദ്ധമായ പരമ്പരയാണ് ആരുടേത്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. പരമ്പര മാത്രമല്ല കേട്ടോ, അവിടുന്ന് പ്രവാചകനായി നിയോഗിക്കപ്പെട്ട കാലഘട്ടത്തെക്കുറിച്ച് റസൂൽ പറഞ്ഞത്, എന്റെ കാലഘട്ടം എന്നത് ലോകത്ത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഏറ്റവും നല്ല കാലഘട്ടമാണ് എന്റേത് എന്ന് റസൂൽ പറഞ്ഞു. ബുഇസ്തു മിൻ ഖൈരി ഖുറൂനി ബനി ആദം ഖർനൻ ഫഖർനൻ ഹത്താ ബുഇസ്തു മിനൽ ഖർനി അല്ലദീ കുന്തു ഫീഹി. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നൂറ്റാണ്ടുകളായി കടന്നു പോരുന്ന പ്രവാചക ശൃംഖലകളിൽ അവസാനത്തെ ആളായി ഞാൻ വരുമ്പോൾ ഞാൻ ഏറ്റവും ഉത്തമ നൂറ്റാണ്ടിലാണ്. എന്റെ നൂറ്റാണ്ടാണ് ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി മാത്രല്ല, അള്ളാഹു എന്നെ ഹാഷിം വംശത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഇന്നല്ലാഹ അസ്തഫാ മിൻ വലദി ഇബ്രാഹിം ഇസ്മായിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയുടെ സന്തതികളിൽ നിന്ന് ഇസ്മായിലിനെ തിരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ബനി ഇസ്മാഈല ബനി കിനാന. ഇസ്മായിൽ സന്തതികളിൽ നിന്ന് കിനാനത്തിന്റെ സന്തതികളെ അല്ലാഹു തിരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ബനി കിനാനത ഖുറൈശൻ. ബനു കിനാനയിൽ നിന്ന് ഖുറൈശിനെ അല്ലാഹു തിരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ഖുറൈശിൻ ബനി ഹാഷിം. ഖുറൈശിൽ നിന്ന് ബനു ഹാഷിമിനെ തിരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം. എന്നെ ഹാഷിമിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഏറ്റവും സുന്ദരമായ, ഏറ്റവും ഉന്നതമായ ഒരു വംശം, അതാണ് എന്റേത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു പോയിന്റ് അവിടെ പറയാൻ പറ്റില്ല കേട്ടോ, ഒരു പോയിന്റ് അവിടെ പറയണം. അങ്ങനത്തെ ഏറ്റവും ഉന്നതമായ വംശമാണ് പ്രവാചകന്റെ കുടുംബമെന്ന് ഖുറൈശും അതുപോലെ വംശം ഹാഷിമുമാണെന്ന് പറയുമ്പോൾ, പ്രവാചകന്റെ കുടുംബത്തിൽ പിന്നീട് ജനിച്ചു വരുന്നവരെല്ലാം ഈ ഉന്നതമായ വംശപരമ്പരയുടെ ആളുകളല്ലേ ആണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠത കൂടുതലില്ലേ? അങ്ങനെ വരുമ്പോൾ അവരല്ലേ ഏറ്റവും ഉന്നതർ എന്ന ചിന്ത നമുക്കെല്ലാവർക്കും വരാം. ഒരു കോണിലൂടെ നോക്കുമ്പോൾ ശരിയാണ്. പക്ഷെ ഇസ്ലാം എന്ന മതത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് തറവാടിത്തത്തിന്റെ മതമല്ല. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് പാരമ്പര്യത്തിന്റെ മതമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞോ അതാണ് മതം. ആ മതം സ്വീകരിക്കുകയാണെങ്കിൽ അവർക്കാണ് ശ്രേഷ്ഠത. അത് സ്വീകരിക്കാത്ത ഒരാൾക്കും ആ ശ്രേഷ്ഠത ഉണ്ടാവില്ല. അൽ ജന്നത്തു മനതഅനി. സ്വർഗം എന്നെ അനുസരിച്ചവർക്കാണ്. അന്നാറു മൻ അസാനി. നരകം എന്നോട് എതിര് പ്രവർത്തിച്ചവർക്കാണ്. അപ്പൊ സ്വർഗം എന്നെ അനുസരിച്ചവർക്കാന്ന് പറയുമ്പോൾ ആ അനുസരിച്ചവരിൽ ആരാണെങ്കിലും, വലൗകാന അബ്ദൻ ഹബശിയൻ, ഒരു നീഗ്രോ അടിമയാണെങ്കിലും, ഇനി വിരുദ്ധമായി നിൽക്കുന്നവന് നരകമാണ്. വലൗകാന വലദൻ ഖുറശിയൻ, വലൗകാന വലദൻ ഖുറശിയൻ, അയാൾ ഒരു ഖുറൈശി തറവാട്ടുകാരനാണെങ്കിലും ശരി, എതിർത്ത് നിന്നാൽ അയാൾക്ക് നരകം. അതുകൊണ്ടല്ലേ അബൂലഹബ് പുറത്തുപോയത്? അതുകൊണ്ടല്ലേ പ്രവാചകന്റെ പാത സ്വീകരിക്കാത്തതിന്റെ പേരിൽ അവിടുത്തെ മൂത്താപ്പ അബൂ താലിബ് പുറത്തുപോയത്? തറവാടോ വംശമോ പ്രശ്നമായതുകൊണ്ടല്ല. അപ്പൊ ശ്രദ്ധിക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത, ഫാന ഖൈറുക്കും ബൈതൻ വഖൈറുക്കും നഫ്സ. ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഭവനപരമായി അഥവാ കുടുംബപരമായി ഉന്നതനായ ആള്, അതോടൊപ്പം തന്നെ ശാരീരികമായി ഉന്നതമായ ആളും ഞാൻ തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഇത് പ്രവാചകന്റെ പരമ്പരയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഓരോന്നും വല്ലാതെ വിശദീകരിക്കണം, അതൊന്നും സമയമില്ല. കുറച്ച് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാൻ ആവശ്യമുള്ളത് മാത്രം. എന്നാണ് നബി തങ്ങൾ ജനിച്ചത്? അവിടുത്തെ ജനനവും പ്രത്യേകതയുള്ളതാണ്. കാരണം ജനിക്കുന്നത് സാധാരണക്കാരനല്ലല്ലോ. ജനിക്കുന്നത് ആരാണ്? പ്രവാചകനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ ജനിക്കുന്നത്.
ആ ജനനത്തിന് പ്രത്യേകതയുണ്ട്. ആ ജനനത്തിന് പ്രത്യേകതയില്ല എന്നൊരാൾക്കും പറയാൻ കഴിയില്ല. ജനനത്തിന് പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചു, എന്തിനാ നബിയെ നിങ്ങൾ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത്? അപ്പോൾ റസൂൽ പറഞ്ഞു, ദാക യൗമുൻ വുലിതു ഫീഹി വഉൻസില അലയ്യ ഫീഹി. ആ ദിവസം ഉണ്ടല്ലോ തിങ്കളാഴ്ച, അന്നാണ് ഞാൻ ജനിച്ച ദിവസം, അന്നാണ് എനിക്ക് വഹി ഇറങ്ങിയ ദിവസം. ആ ദിവസത്തിന് പ്രത്യേകതയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതാ പ്രത്യേകതയാണ് എന്ത് ചെയ്യുക, എല്ലാ തിങ്കളാഴ്ചയും എന്തെടുക്കുക, നോമ്പെടുക്കുക. അത് നബി തങ്ങളോടുള്ള ബഹുമാനമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബന്ധമാണത്. പിന്നെ റബീഉൽ അവ്വൽ 12-നാണോ അല്ലേ? ഭൂരിപക്ഷം ആളുകൾ റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്നാണ്. എന്നാൽ 8-നാണെന്നും റബീഉൽ അവ്വൽ 8-നാണ് അല്ലെങ്കിൽ 9-നാണ്, പിന്നെ പല റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ആനക്കലഹ സംഭവം കഴിഞ്ഞ് 40 വർഷമാകുമ്പോഴാണ് റസൂൽ ജനിച്ചത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് അങ്ങനെ. ഇബ്നു കസീർ തന്റെ അൽ ബിദായത്തു വന്നിഹായ പറഞ്ഞു, വഹുവല്ലദി ലാ യശക്കു ഫീ അഹദു മിൻ ഉലമാഇനാ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വുലിദ ആമൽ ഫീൽ വബുഇത അലാ റഅസി 40 സന മിനൽ ഫീൽ. ആനക്കലഹ സംഭവത്തിന് ശേഷം 40 കൊല്ലമായപ്പോഴാണ് റസൂൽ ജനിക്കുന്നത്. അപ്പൊ റബീഉൽ അവ്വൽ 12-നാണ് എന്നാണ് ഭൂരിപക്ഷവും അഭിപ്രായപ്പെടുന്നത്. അല്ലാതെ അഭിപ്രായപ്പെട്ടവരും ഉണ്ട് എന്ന് നമ്മൾക്ക് പറയാം. പക്ഷെ സംശയമില്ലാത്തൊരു കാര്യമുണ്ട്, ഒരു തിങ്കളാഴ്ചയായിരുന്നു. ആ തിങ്കളാഴ്ചയെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പേ അവിടുത്തെ ഉപ്പ മരിച്ചുപോയി, അതൊക്കെ നമുക്കറിയാവുന്നതാണ്. അവിടുന്ന് ആമിന ബീവി പ്രവാചകന്റെ ഉമ്മ അവർ പ്രസവിച്ചപ്പോൾ ആ പ്രസവ സമയത്തും അതിനുശേഷവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചത് അബ്ദുള്ളയുടെ ദാസിയായിരുന്ന ഉമ്മു ഐമനാണ് റളിയല്ലാഹു അൻഹ. ഉമ്മു ഐമനെ കുറിച്ച് ആലോചിക്കുമ്പോൾ റസൂലുള്ളാഹ് വഫാത്തായി 5 മാസം കഴിഞ്ഞാണ് അവർ വഫാത്താവുന്നത്. ഉമ്മു ഐമൻ റസൂലുള്ളാഹിനെ ആമിന ബീവിയിൽ നിന്ന് സ്വീകരിച്ചത് മുതലുള്ള ബന്ധമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു. കരച്ചിൽ സഹിക്കാൻ പറ്റാത്ത കരച്ചിൽ. പലരും ആശ്വസിപ്പിച്ചു. അവസാനം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നു സമാശ്വസിപ്പിക്കാൻ. നിങ്ങൾക്കുള്ള വിഷമം പോലെ ഞങ്ങൾക്കുണ്ട്, നിങ്ങൾ വിഷമം ഒന്ന് പ്രയാസം ഒന്ന് നിർത്തൂ, കരച്ചിലൊന്ന് നിർത്തൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ കരയാതിരിക്കും? ഖദ് ഇൻഖതഅൽ വഹ്യു മിനസ് സമാ. നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടായിരുന്ന അള്ളാഹുവിന്റെ വഹി പ്രവാചകന്റെ വിയോഗത്തോടെ നഷ്ടപ്പെട്ടിട്ടില്ലേ? എങ്ങനെ സങ്കടപ്പെടാതിരിക്കും എന്ന് ചോദിച്ചുകൊണ്ടാണ് ഉമ്മു ഐമൻ കരഞ്ഞത് എന്ന് ചരിത്രം വായിക്കുന്നവർക്കറിയാം. അപ്പൊ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഓരോ പോയിന്റുകളെയും അടുത്തറിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅ്സത്തുമായി ബന്ധപ്പെട്ട്, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൂമിയിലേക്കുള്ള വരവ് അതൊരു വലിയ ദൗത്യവുമായിട്ടാണ് എന്ന് പിൽക്കാലത്ത് നമുക്ക് ബോധ്യമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ നിയോഗിച്ചതിൻ്റെ ലക്ഷ്യം എന്താണെന്നുമൊക്കെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇനി ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹിന്റെ അവിടുത്തെ ശാരീരിക സവിശേഷതകളെ സംബന്ധിച്ചാണ്. അതെന്തായാലും ഇന്ന് തീർക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ അവിടെ വെക്കാണ്. അടുത്ത ഖുത്ബയിൽ ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹിന്റെ ശാരീരികമായ പ്രത്യേകതകളെ കുറിച്ച് സൂചിപ്പിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് റബീഉൽ അവ്വൽ 12 ഒരു തിങ്കളാഴ്ച ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്നത് ജുംഹൂറുൽ ഉലമാ എന്ന് വെച്ചുകൊണ്ട് അംഗീകരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ റബീഉൽ അവ്വൽ 12 പ്രാധാന്യമുള്ള ദിവസമല്ലേ എന്ന ചോദ്യം ആളുകളുടെ മുന്നിലുണ്ടാകും. ശരി, റബീഉൽ അവ്വൽ 12 പ്രാധാന്യമുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിനോടനുബന്ധമാകുന്ന സമയത്ത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളെയും നമുക്ക് വിശദീകരിക്കാം.
ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഒരു തിങ്കളാഴ്ചത്തേക്ക് പ്രാധാന്യമുണ്ട്. ആ തിങ്കളാഴ്ച നോമ്പെടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വരുമ്പോൾ എല്ലാ വർഷവും ഒരു റബീഉൽ അവ്വൽ 12 വരുമല്ലോ, അല്ലേ? നബി തങ്ങളുടെ ജനനാനന്തരം മരണത്തിന് മുമ്പായി റബീഉൽ അവ്വലുകൾ വരുമല്ലോ. തിങ്കളാഴ്ചകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ബിഅ്സത്തിന് ശേഷം സൂക്ഷിച്ചു, അവിടുന്ന് നോമ്പെടുത്തു, അല്ലേ? എങ്കിൽ റബീഉൽ അവ്വൽ 12 നബി തങ്ങൾ എങ്ങനെ പെരുമാറി? അതൊരു ചോദ്യമല്ലേ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? കാരണം ഇവിടെ തിങ്കളിനല്ല പ്രാധാന്യം, റബീഉൽ അവ്വൽ 12 പ്രാധാന്യം. നമ്മുടെ നാട്ടിൽ ആളുകൾക്കൊന്നും തിങ്കളിനോട് പ്രാധാന്യമില്ല. റബീഉൽ അവ്വൽ 12 റസൂൽ ജനിച്ച ദിവസം. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ ദിവസം കണ്ടിന്യൂ ആയി റസൂലിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടല്ലോ. എങ്കിൽ നബി തങ്ങൾ തിങ്കളാഴ്ച നോമ്പെടുത്തതുപോലെ റബീഉൽ അവ്വൽ 12 എന്തെങ്കിലും ഒരു കാര്യം പറയണമായിരുന്നല്ലോ, ഉറപ്പല്ലേ? എങ്കിൽ അതൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, നബിതങ്ങൾ പ്രത്യേകമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ നബിതങ്ങളിൽ ഒതുങ്ങി നിൽക്കണം എന്ന് ശക്തമായി നമ്മൾ പറയുന്നത്. അല്ലാതെ നബിതങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ നബിതങ്ങളെ കുറിച്ച് പറയാൻ അറിയാഞ്ഞിട്ടോ അല്ല. അനാവശ്യമായ കുറെ സംഗതികൾ അതിലേക്ക് ചേർന്ന് വരുന്നു. പല തരത്തിലുള്ള പുത്തനാശയങ്ങളും അനാചാരങ്ങളും അതിലേക്ക് കടന്നു വരുന്നു എന്നതുകൊണ്ടാണ് നമ്മളതിനെ വിമർശിക്കുന്നു. അല്ലാതെ റബീഉൽ അവ്വൽ 12 നബിതങ്ങൾ ജനിച്ചിട്ടില്ലെന്നോ, തിങ്കളാഴ്ചത്തേക്ക് പ്രാധാന്യമില്ലാന്നോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിനൊരു പ്രാധാന്യമില്ലാന്നോ ഒന്നുമല്ല. മറിച്ച് അവിടെ ഒക്കെ എന്തുണ്ട്? അതിൻ്റെതായ പ്രത്യേകതകൾ നബിതങ്ങൾ എന്ത് പറഞ്ഞോ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് റസൂലുള്ളാഹിനെ ശരിക്കും അറിയണം, മനസ്സിലാക്കണം. ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാൻ, ഇപ്പോൾ കുട്ടികളൊക്കെ +1 +2 ചേരുന്ന SLC കഴിഞ്ഞുള്ള സമയമാണല്ലോ. ഈ സമയത്ത് രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. എൻ്റെ കുട്ടി ഒരു ഇസ്ലാമിക കൾച്ചറിൽ വളരണം, എൻ്റെ കുട്ടിക്ക് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ബോധം കൂടി ഉണ്ടാവണം. പ്രത്യേകിച്ച് കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ ഏത് തരത്തിലും എങ്ങോട്ടും തെറ്റിപ്പോകാനും പിടിച്ചുകൊണ്ടുപോകാനും ഒക്കെ സാധ്യതയുള്ള സമയം. ഈ സമയത്ത് നമ്മുടെ മക്കളെ എവിടെ ചേർക്കുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് നിങ്ങളുടെ വെളിപ്പാടകലെ 10-25 കൊല്ലം, ഒരു 30 കൊല്ലത്തോളമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വേങ്ങരയിലെ മനാറുൽ ഹുദ അറബിക് കോളേജ്. ബഹുമാന്യനായ കുഞ്ഞീദ് മദനി റഹിമഹുള്ളയാണ് അതിന് തുടക്കം കുറിച്ചയാൾ. ഇന്ന് അൽഹംദുലില്ലാ ധാരാളം സ്ഥാപനങ്ങൾ അതിലുണ്ടെങ്കിലും അതിൽ +1 +2 BA അറബിക്ക് തുടങ്ങുന്ന പിന്നെ കുട്ടികൾക്ക് SLC കഴിഞ്ഞതിന് ശേഷമുള്ള ബാച്ച് നടന്നു വരുന്നു. ഹ്യൂമാനിറ്റീസും കൊമേഴ്സും +1 കുട്ടികൾക്കുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ മക്കൾക്ക് എന്ത് കിട്ടുമെന്ന് ആലോചിക്കുമ്പോഴാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയമായ തൗഹീദിന്റെ ഭാഗങ്ങൾ പഠിപ്പിക്കുന്ന ഉസൂൽ സലാസ, 3 അടിസ്ഥാന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഖവാഇദുൽ അർബഅ, ഇസ്ലാമിൻ്റെ 4 പ്രധാനപ്പെട്ട തൂണുകൾ, അതുപോലെ തന്നെ നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. മറ്റൊന്നാണ് പ്രവാചകന്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ സിഫത്തു സ്വലാത്തു നബി, നബി തങ്ങൾ എങ്ങനെയാണ് നിസ്കരിച്ചത്, അത് പഠിപ്പിക്കുന്ന കിതാബ്. 5-മത്തത് 40 ഹദീസു നബി, പ്രസിദ്ധമായ ഇമാം നബവിയുടെ 40 ഹദീസുകൾ, 20 ഹദീസുകൾ +1-നും 20 ഹദീസുകൾ +2-നും പഠിപ്പിക്കുന്ന, ഇങ്ങനെ അവരുടെ പാഠഭാഗങ്ങൾക്ക് പുറമെ ഒരു ഇസ്ലാമിക വേയിലൂടെ കൃത്യമായി നമ്മുടെ മക്കൾക്ക് ആവശ്യമായ കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥാപനം. അതോടൊപ്പം തന്നെ അവർക്ക് കമ്പ്യൂട്ടർ പഠനവും അതുപോലെ തന്നെ മറ്റ് കോച്ചിങ് വിഷയങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ എവിടെ ചേർക്കണമെന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും ഭംഗിയായി അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ടു പോകാൻ കഴിയുന്ന സ്ഥാപനത്തിൽ ഏൽപ്പിക്കണമെന്നാണ്. ഇവിടെ തൊട്ടടുത്താണ് മനാറുൽ ഹുദ. നിങ്ങൾക്ക് ഏവർക്കും അവിടെ വിളിക്കാം, പറയാം, അഡ്മിഷൻ എടുക്കാം, നമ്മുടെ കുട്ടികളെ അവിടെ ചേർക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വന്നുപോയി തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്തുമാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.